തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിന് കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് വിലക്ക്. കേരള ബാർ കൗൺസിലിന്റേതാണ് തീരുമാനം. അച്ചടക്ക സമിതി തീരുമാനം വരും വരെയാണ് വിലക്ക്. ബെയ്ലിൻ ദാസിന് ബാർ കൗൺസിൽ കാരണം കാണിക്കൽ നോട്ടീസും അയച്ചു. വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയായ ശ്യാമിലി ജസ്റ്റിനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലാണ് സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസിനെ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും ബാർ കൗൺസിൽ വിലക്കിയത്. മർദ്ദനമേറ്റ ശ്യാമിലിയുടെ പരാതി, എൻക്വയറി കമ്മീഷന്റെയും തിരുവനന്തപുരം ബാർ അസോസിയേഷന്റെയും റിപ്പോർട്ടുകൾ തുടങ്ങിയവ പരിഗണിച്ചാണ് ബാർ കൗൺസിലിന്റെ തീരുമാനം. വിഷയത്തിൽ അടിയന്തരമായി ഓൺലൈൻ യോഗം ചേർന്ന ശേഷമായിരുന്നു കേരള ബാർ കൗൺസിലിന്റെ നടപടി. ബെയ്ലിൻ ദാസിനെ ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും കേരള ബാർ കൗൺസിൽ വിലക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഷോക്കോസ് നോട്ടീസ് കൊടുക്കുവാനും തീരുമാനിച്ചിരിക്കുന്നു. ഈ വിലക്കിയ നടപടി ബാർ കൗൺസിലിൻ്റെ ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ തീരുമാനം വരുന്നതുവരെ ഈ അഭിഭാഷകനെ കോടതികളിൽ നിന്നും പ്രാക്ടീസ് ചെയ്യുന്നതിന് ഈ ബാർ കൗൺസിൽ വിലക്കിയിരിക്കുന്നു. ആരോപണ വിധേയനായ അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച ബാർ കൗൺസിൽ വിഷയം 3 അംഗ അച്ചടക്ക സമിതിക്ക് വിട്ടു. അച്ചടക്ക സമിതി തീരുമാനം വരും വരെയാണ് കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് ബെയ്ലിൻ ദാസിനുള്ള വിലക്ക്. അതേസമയം ആരോപണ വിധേയനെ ബാർ അസോസിയേഷൻ സംരക്ഷിക്കുന്നുവെന്ന വാദം ബാർ കൗൺസിൽ തള്ളി. ജൂനിയർ അഭിഭാഷകയുടെ ആരോപണം സത്യമെന്നാണ് ഇടക്കാല റിപ്പോർട്ടിലെന്നും ബാർ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ഈ കുട്ടിയുടെ ആരോപണം 100% ശരിയാണെന്ന് അവരവരുടെ റിപ്പോർട്ടിൽ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ തിരുവനന്തപുരം ബാറിലെ ആരും തന്നെ ഈ അഭിഭാഷകനെ സഹായിച്ചിട്ടില്ല. ഒരു വനിതാ അഭിഭാഷകരുടെ നേരെ ഇതുപോലൊരു ക്രൂരമായ പരിപാടി നടത്തിയ ആളിനെ ഒരിക്കലും സംരക്ഷിക്കില്ല. വിഷയം ഇനി ബാർ കൗൺസിൽ അച്ചടക്ക സമിതി പരിശോധിച്ച് തീരുമാനമെടുക്കും. ജനം, കൊച്ചി.